നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സാൾട്ട് എവിടെ? RCB ആരാധകരുടെ ചോദ്യമാണ്. ഫിംഗർ ഇഞ്ചുറിയാണെന്നറിയാം. എന്ന് തിരിച്ചു വരും? ആള് നാട്ടിൽ പോയി, ഇംഗ്ലണ്ട് പോയി. ഇനി കളിക്കുമോ? റൂൾഡ് ഔട്ടായോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ESPN ക്രിക്കറ്റ് ഇൻഫോ ഇതിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാൾട്ട് റിട്ടേൺസ് ഹോം ഫോർ സ്കാൻസ് ആഫ്റ്റർ ബീയിങ് സൈഡ് ലൈൻഡ് വിത്ത് ഇഞ്ചേർഡ് ഫിംഗർ എന്നാണ് അവരുടെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ. അദ്ദേഹം നാട്ടിലേക്ക് സ്കാനിങ്ങിനായിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരലിന് പരിക്കുണ്ട്. ഫിൽ സാൾട്ട് നാട്ടിലേക്ക് മടങ്ങി. അറ്റ്ലീസ്റ്റ് ഇപ്പം അദ്ദേഹം കഴിഞ്ഞ 3 മത്സരങ്ങൾ മിസ് ചെയ്തു. ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ കൂടി മിസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. RCB ഇതുവരെ താരത്തിൻ്റെ പരിക്കിൻ്റെ നേച്ചർ എന്താണെന്ന് പബ്ലിക്കലി അറിയിച്ചിട്ടില്ല. പക്ഷേ ESPN ക്രിക്കറ്റ് ഇൻഫോ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫിംഗറിന് ഡാമേജ് സംഭവിച്ചിരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡിലെ ഫിംഗറിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അത് സംഭവിച്ചത് DC-ക്കെതിരെയുള്ള മത്സരത്തിൻ്റെ 6ാമത്തെ ഓവറിൽ ഒരു ബൗണ്ടറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഡൈവ് ചെയ്ത് ആ ശ്രമം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഫോമിലാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിരുന്നത്. 202 റൺസ് 6 ഇന്നിങ്സുകളിൽ നിന്ന് 168.33 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ECBയുമായിട്ട് സെൻട്രൽ കോൺട്രാക്റ്റുള്ള ആളാണ് ഫിൽ സാൾട്ട്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ ഫാമിലിക്കൊപ്പമാണുള്ളത്. അദ്ദേഹം ഒരു സ്കാനിങ്ങിന് വിധേയനായിട്ടുണ്ട്. IPL റൂൾഡ് ഔട്ട് ആയോ എന്ന് ചോദിച്ചാൽ ഇപ്പം അങ്ങനെയില്ല. കാരണം താരവും ഫ്രാഞ്ചൈസിയും കരുതുന്നത് ഈ മാസം തന്നെ പരിക്ക് ഭേദമായി അദ്ദേഹത്തിന് തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. ഈ മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ മാസം ഫൈനൽ വരെ ടീം എത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ പ്ലേ ഓഫ് ഒക്കെ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മാസം പകുതിയോടുകൂടിയൊക്കെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ RCBക്കുമുണ്ട്, താരത്തിനുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ റൂൾഡ് ഔട്ടായി പ്രഖ്യാപിക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സീസണിൽ ഇനി മടങ്ങി വരാൻ പറ്റില്ല എന്ന സ്ഥിതിയാവുകയാണെങ്കിൽ, അതായത് സീസണിൽ നിന്ന് റൂൾഡ് ഔട്ട് ആകുകയാണെങ്കിൽ RCBക്ക് പുതിയൊരു താരത്തെ സൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഗിവ് ഹിം എവറി ഓപ്പർച്യൂണിറ്റി ടു റിക്കവർ. തിരിച്ചു വരാനുള്ള എല്ലാ അവസരവും അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഇപ്പോൾ RCB തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം റിക്കവർ ആകുമെന്ന പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്യുന്നത്. താരത്തിൻ്റെ ഈ സമയത്ത് പരിക്ക് തീർച്ചയായിട്ടും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. അദ്ദേഹത്തിന് പകരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജേക്കബ് ബത്തലാണ്. പക്ഷേ ബത്തൽ വളരെ ടാലൻറ്റഡ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഈ സീസണിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് ജേക്കബ് ബത്തൽ, ഇതാണ് ഫിൽ സാൾട്ടിൻ്റെ കാര്യത്തിലുള്ള റിപ്പോർട്ട്. പരിക്കുണ്ട്, അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി, സ്കാനിങ്ങിന് വിധേയനായി. അധികം വൈകാതെ പരിക്ക് മാറുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്നും മടങ്ങിയെത്തുമെന്ന് ഒരു വിവരവുമില്ല. ഇപ്പോൾ റൂൾഡ് ഔട്ട് ആയിട്ടില്ല എന്ന് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.